കോഴിക്കോട് നഗരത്തിലെ മാലിന്യ നീക്കത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് കുടുംബശ്രീ പ്രവർത്തകർ. 2004 മുതൽ ഈ രംഗത്ത് അവർ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട്. 71 ഗ്രൂപ്പുകളിലായി 710 പേരായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 254 പേരായി ചുരുങ്ങിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ദിനേന എന്നോണം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ്. ഏറ്റവും അവസാനമായി ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നഗരത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അനുഭവിക്കുന്നത്. കേരളത്തിൽ കോഴിക്കോട് മാത്രമാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹകരണത്തോടെ മാലിന്യ സംസ്കരണം നടക്കുന്നത്. മറ്റു നഗരങ്ങളിലേതുപോലെ രൂക്ഷമായ മാലിന്യ പ്രശ്നം കോഴിക്കോടില്ലാത്തതും ഇതുകൊണ്ട് തന്നെ. വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് പ്ലാസ്റ്റിക് വേർതിരിച്ച് നഗരസഭയുടെ വാഹനത്തിലേക്ക് കൈമാറുകയാണ് ഇവരുടെ ജോലി. രാവിലെ 5 മണി മുതൽ ജോലി തുടങ്ങും. വീടുകളിൽ കയറിയിറങ്ങി മാലിന്യം ശേഖരിക്കും. അവ വേർതിരിച്ച് കവറുകളിലാക്കി ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. പിന്നീട് നഗരസഭയുടെ വണ്ടിയിലേക്ക് മാറ്റും. 2 വർഷം മുമ്പാണ് 75 കുടുംബശ്രീ യൂണിറ്റുകൾക്കും നഗരസഭ ഓട്ടോറിക്ഷകൾ നൽകിയത്. വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഇതിലായിരുന്നു കൊണ്ടുപോയിരുന്നതും. എന്നാൽ മെയിന്റനൻസിനും സർവീസിനും ഇൻഷുറൻസിനുമായി 25,000 രൂപയോളം ഇപ്പോൾ ആവശ്യമായി വരും. എന്നാൽ ഈ തുക തങ്ങൾക്ക് നൽകാൻ കഴിയില്ലെന്നാണ് കുടുംബശ്രീ യൂണിറ്റുകൾ പറയുന്നത്. 2 വർഷം മുൻപാണ് കോർപ്പറേഷൻ സൗജന്യമായി ഇവർക്ക് ഗുഡ്സ് ഓട്ടോ നൽകിയത്. 75 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും ഓരോ ഓട്ടോ വീതം. ഇതിന്റെ ഉടമസ്ഥാവകാശം കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ്. എന്നാൽ വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ, ഇൻഷുറൻസ്, ടാക്സ് എന്നിവ തൊഴിലാളികളുടെ ബാധ്യതയാണ്. സെപ്റ്റംബർ അവസാനത്തോടെ മുഴുവൻ വണ്ടികളുടെയും ഫിറ്റ്നസ് കാലാവധി അവസാനിക്കും. ഫിറ്റ്നസ് പൂർത്തിയാക്കിയ ശേഷം വണ്ടി നിരത്തിലിറക്കിയാൽ മതിയെന്നാണ് കോർപ്പറേഷൻ ഇപ്പോൾ ഇവർക്ക് നൽകിയ നിർദ്ദേശം. കാരണം സെക്രട്ടറിയുടെ പേരിലാണ് വണ്ടികൾ. അറ്റകുറ്റപ്പണികൾക്കും ഇൻഷുറൻസിനുമായി 10,000 മുതൽ 20,000 വരെയാണ് ചെലവ്. ഇത് മുഴുവൻ തൊഴിലാളികൾ നൽകണം. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ട് തങ്ങൾക്ക് ഇതിന് സാധിക്കുകയില്ലെന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നത്. 20 ആൾക്കാർ 4 യൂണിറ്റ് എടുക്കുന്നത് ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിൽ ഇത്രയും പണി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പകുതി വേസ്റ്റുകൾ റോഡ് കിടക്കുകയാണ്. അപ്പം ഇനി ഞങ്ങൾ എന്താ ചെയ്യണേ ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നതും കോർപ്പറേഷനാണ്. അപ്പം ഇതിനൊരു പരിഹാരം ഓരോന്നെ ഉണ്ടാക്കി തരണം. ഫിറ്റ്നസ് കഴിഞ്ഞതിനാൽ പല വണ്ടികളും സർവീസ് നടത്താതെ നിർത്തിയിട്ടിരിക്കുകയാണ്. ചില വണ്ടികൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പിടിച്ചുവെക്കുകയും ചെയ്തതോടെ 2, 3, 4 വണ്ടികൾക്ക് പകരമായി ഇപ്പോൾ ഒരു വണ്ടി ഉപയോഗിച്ചാണ് മാലിന്യം കൊണ്ടുപോകുന്നത്. ഇതുകാരണം മുഴുവൻ മാലിന്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ജോലി തീരാൻ മണിക്കൂറുകൾ അധികം വേണ്ടിവരികയും ചെയ്യുന്നു. ഓട്ടോയുടെ സർവീസിനും ഫിറ്റ്നസിനും ഇൻഷുറൻസിനും വേണ്ട പണം കോർപ്പറേഷൻ നൽകിയില്ലെങ്കിൽ തങ്ങളുടെ സേവനം അവസാനിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. 100 രൂപയാണ് ഓരോ വീടുകളിൽ നിന്നും ഇവർ ഓരോ മാസത്തേക്കും ഈടാക്കുന്നത്. ഇതിനു പുറമെ ഫ്ളാറ്റുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്നതടക്കം ഒരാൾക്ക് 3,000 മുതൽ 5,000 രൂപ വരെ ലഭിക്കും. മാലിന്യം കൂടിയാലും കുറഞ്ഞാലും ലഭിക്കുന്ന സംഖ്യയിൽ മാറ്റമുണ്ടാവില്ല. ഒരു വണ്ടി തന്നുള്ളൂ, ബാക്കി എല്ലാ വണ്ടിയുടെ പണി ഇൻഷൂർ അടയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തെടുത്ത് ഈ വീട്ടുകാർ തരുന്ന പൈസ കൊണ്ട് ഞങ്ങൾ വണ്ടി നന്നാക്കണം, ഡീസൽ അടിക്കണം, പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട. പിന്നെ നേരം 5 മണിക്ക് 5:30 പണിക്ക് എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്? തങ്ങൾക്ക് ജീവിക്കാൻ മറ്റു വരുമാനമൊന്നുമില്ലാത്തതിനാൽ കടം വാങ്ങിയും മറ്റുമാണ് ചില കുടുംബശ്രീ സംഘങ്ങൾ വാഹനത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്ത ഒരു മാസത്തെ ശമ്പളം ഞങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. വണ്ടിയല്ല, കോർപ്പറേഷന്റെ വണ്ടിയാണിത്. ഞങ്ങൾ 100 ഉറുപ്പ്യ തരുന്നത്. ആ 100 ഉറുപ്പ്യ കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി നന്നാക്കാനും ഞങ്ങളെ മക്കളെ പോറ്റാനൊന്നും ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുള്ള ആൾക്കാരതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വണ്ടി നന്നാക്കിയിട്ട് പണിയെടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു കോർപ്പറേഷൻ നന്നാക്കി തരണം. നഗരത്തിന്റെ മാലിന്യം സംസ്കരിക്കാനായി നേരം പുലരുന്നതു മുതൽ ഇവർ രംഗത്തിറങ്ങാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ജോലി തീരാൻ പലപ്പോഴും ഉച്ചയ്ക്ക് 12 മണിയാവും. ഇവരുടെ കാര്യങ്ങൾ ആരും അന്വേഷിക്കാറില്ല. വീട്ടിലെ മാലിന്യം ഇല്ലാതാക്കണം എന്ന് മാത്രമേ ജനങ്ങൾക്കും അധികാരികൾക്കും ആവശ്യമുള്ളൂ. ഇത് വരെ ചീത്തയും കേൾക്കണം, വേസ്റ്റും പേർക്കണം, എല്ലാം കേൾക്കണം. ഓരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറയാൻ തരാമോ ഞങ്ങളോട്, നിങ്ങൾ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഓരോ വേസ്റ്റ് തന്നെ എടുത്തിട്ട് പുറത്ത് എവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പറയും അയ്യോ അവിടെയും വെക്കരുത്, അയ്യോ ഇവിടെയും വെക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പൂച്ചനെ കൊണ്ടുപോകുന്ന മാതിരിയാണ്. പൂച്ചനെ മക്കളെ എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ കളിക്കണം ഞങ്ങൾ എപ്പോൾ നോക്കിയാൽ. ഓട്ടോയുമായി ബന്ധപ്പെട്ട പ്രശ്നം അവസാനത്തേത് മാത്രമാണ്. നിരവധി പ്രശ്നങ്ങളാണ് വർഷങ്ങളായി ഇവർ അഭിമുഖീകരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ 100-ലധികം ആളുകൾ ഈ രംഗം വിട്ടു.
ഇവർക്ക് വേണ്ട കയ്യുറകളും ഓവർകോട്ടും മറ്റുപകരണങ്ങളും കൃത്യസമയത്ത് നൽകാൻ പോലും കോർപ്പറേഷന് കഴിയാറില്ല. ഒരു മയക്കോട്ടിലേരെന്ന മതിയായി ഞങ്ങൾ കൗൺസിലറോട് പറഞ്ഞ് നിങ്ങളൊക്കെ വിചാരിച്ച ആർക്കെങ്കിലും ഞങ്ങൾക്ക് 5 ആക്ക് വാങ്ങിത്തരാം, പണിയെടുക്കണം, എവിടെ വൃത്തിയോടെ ഉണ്ടോ ഞങ്ങളെ 4 ആളെ വിളിക്കും. ഞങ്ങൾ ഏരിയ അതിന് ഞങ്ങൾ 4 ആൾ 7 മണിക്ക് പോയി ചളി പോരിയ ദിവസമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആവുന്നില്ല. ഓരോ ഭർത്താവിനും ക്യാൻസറിൻ്റെ ഇതാണ്, ഇപ്പം എനിക്കും തുടങ്ങി ട്യൂമറിൻ്റെ തകരാറാണ്. കോർപ്പറേഷൻ കൗൺസിലാണ് ഓട്ടോകൾക്ക് പണം നൽകേണ്ട വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഓട്ടോ സർവീസിന് വേണ്ട സാമ്പത്തിക സ്ഥിതി കുടുംബശ്രീ പ്രവർത്തകർക്കുണ്ടെന്നാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. വണ്ടികൾ മാലിന്യ സംസ്കരണത്തിനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. കോഴിക്കോട് നഗര മേഖലയിലെ മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എത്രത്തോളം താമസം വരുന്നു അത്രത്തോളം പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങളെന്ന് പറയുമ്പോൾ ഒരു വാഹനം അതിൻ്റെ കണ്ടീഷനില്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓണർഷിപ്പ് സെക്രട്ടറിക്കാണ്. അപ്പോൾ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രിമിനൽ കേസിലേക്ക് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പല വാഹനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ പ്രയാസങ്ങളാണ്. അടിയന്തരമായ തീരുമാനം കാത്തു നിൽക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള തീരുമാനം കൗൺസിൽ എടുക്കുമെന്നാണ് ശുഭാപ്തി. കോർപ്പറേഷൻ അധികൃതർ കൈകഴുകുന്നത് നേരത്തെയും വിവാദമായിരുന്നു. പ്രവർത്തകരെ ഉപയോഗിച്ച് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്ന പദ്ധതിയുടെ പരീക്ഷണമാണിത്. കുടുംബശ്രീ പ്രവർത്തകർക്കുമേൽ അമിത സാമ്പത്തിക ഭാരം ചുമത്തി കോർപ്പറേഷൻ അധികൃതർ കൈകഴുകുന്നത് നേരത്തെയും വിവാദമായിരുന്നു. നഗരവാസികളെ ഒന്നടങ്കം ബാധിക്കുന്ന വിഷയമായിട്ട് പോലും പ്രശ്നം പരിഹരിക്കാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, മാലിന്യ നീക്കം നിലച്ചാൽ ദുരിതമനുഭവിക്കേണ്ടി വരിക നഗരവാസികൾ ഒന്നടങ്കമാണ്.